എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും എക്സാം ഫോക്കസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഭാഗമായ 2ാം സെമസ്റ്ററിലെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ ക്രിമിനോളജിയുടെ 2ാമത്തെ യൂണിറ്റാണ് നാം ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. യൂണിറ്റ് 2 കൺസെപ്ച്വൽ അപ്രോച്ചസ് ടു ക്രൈം. ചോദ്യം 1. എന്താണ് കുറ്റകൃത്യത്തോടുള്ള ആശയപരമായ സമീപനം? വാട്ട് ഈസ് ദ കൺസെപ്ച്വൽ അപ്രോച്ച് ടു ക്രൈം? ഉത്തരം: കുറ്റകൃത്യങ്ങളെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന വിവിധ ചട്ടക്കൂടുകളെയും കാഴ്ചപ്പാടുകളെയും ആണ് ആശയപരമായ സമീപനം എന്ന് പറയുന്നത്. എന്താണ് കുറ്റകൃത്യം എന്ന് നിർവചിക്കുക, അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കുക, അതിനോട് ഫലപ്രദമായി എങ്ങനെ പ്രതികരിക്കാമെന്ന് കണ്ടെത്തുക എന്നിവ ഇതിൻ്റെ ലക്ഷ്യങ്ങളാണ്. നിയമം, മനഃശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം തുടങ്ങിയ വിവിധ വിജ്ഞാന ശാഖകളിൽ നിന്നുള്ള സിദ്ധാന്തങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നു. ചോദ്യം 2. കുറ്റകൃത്യത്തോടുള്ള നിയമപരമായ സമീപനം വിശദീകരിക്കുക. അതിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദ ലീഗൽ അപ്രോച്ച് ടു ക്രൈം. വാട്ട് ആർ ഇറ്റ്സ് കീ എലമെന്റ്സ്? ഉത്തരം: നിയമപരമായ സമീപനമനുസരിച്ച് ഭരണകൂടം ഉണ്ടാക്കിയ നിയമങ്ങൾ ലംഘിക്കുന്നതിനെയാണ് കുറ്റകൃത്യം എന്ന് പറയുന്നത്. ഇതിന് 4 പ്രധാന ഘടകങ്ങളുണ്ട്. 1. രാഷ്ട്രീയത. ഒരു പ്രവൃത്തി കുറ്റകൃത്യമായി കണക്കാക്കണമെങ്കിൽ അത് ഭരണകൂടം നിർമ്മിച്ച നിയമത്തിന്റെ ലംഘനമായിരിക്കണം. സാമൂഹികമായോ മതപരമായോ തെറ്റായി കരുതുന്ന കാര്യങ്ങൾ ഭരണകൂടം നിയമം വഴി വിലക്കിയിട്ടില്ലെങ്കിൽ നിയമപരമായി കുറ്റകൃത്യമാവില്ല. 2. കൃത്യത. ഏത് പ്രവൃത്തിയാണ് കുറ്റകരമായി കണക്കാക്കുന്നതെന്നും അതിൻ്റെ സ്വഭാവം എന്താണെന്നും നിയമത്തിൽ കൃത്യമായി നിർവചിച്ചിരിക്കണം. 3. ഏകരൂപം. നിയമം ജാതി, മതം, ലിംഗം, സാമൂഹിക പദവി തുടങ്ങിയ വിവേചനങ്ങളില്ലാതെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ബാധകമായിരിക്കണം. 4. ശിക്ഷാവ്യവസ്ഥ. നിയമം ലംഘിക്കുന്നവർക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കണം. ഈ ശിക്ഷാ നടപടികളാണ് നിയമം അനുസരിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം. ഒരു പ്രവൃത്തി കുറ്റകൃത്യമാവണമെങ്കിൽ അതിന് ആക്ടസ് റിയസ്, കുറ്റകരമായ പ്രവൃത്തി, മെൻസ് റിയ, ദുരുദ്ദേശം എന്നിവ അത്യാവശ്യമാണ്. ചോദ്യം 3. കുറ്റകൃത്യത്തോടുള്ള പെരുമാറ്റപരമായ സമീപനം എന്താണ്? വാട്ട് ഈസ് ദ ബിഹേവിയറൽ അപ്രോച്ച് ടു ക്രൈം? ഉത്തരം: ഈ സമീപനമനുസരിച്ച് കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പെരുമാറ്റങ്ങളും ജന്മസിദ്ധമല്ല, മറിച്ച് പഠിക്കുന്നതാണ്. സാഹചര്യവുമായുള്ള ഇടപെടലുകളിലൂടെയാണ് കുറ്റവാസനകൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ പ്രധാന ആശയങ്ങൾ താഴെ പറയുന്നവയാണ്. നിരീക്ഷണ പഠനം. നിരീക്ഷണത്തിലൂടെയും അനുഭവങ്ങളിലൂടെയും വ്യക്തികൾ പെരുമാറ്റം പഠിക്കുന്നു. അനുകരണം. മറ്റുള്ളവരെ, പ്രത്യേകിച്ച് മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും അനുകരിക്കുന്നതിലൂടെ പെരുമാറ്റങ്ങൾ പഠിക്കുന്നു. ബലപ്പെടുത്തൽ. ഒരു പ്രവൃത്തിക്ക് പ്രതിഫലം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ശിക്ഷ ഒഴിവാകുമ്പോൾ ആ പ്രവൃത്തി ആവർത്തിക്കാൻ സാധ്യത കൂടുന്നു. പഠിച്ച സ്വഭാവം തിരുത്തൽ. പഠിച്ചെടുത്ത തെറ്റായ പെരുമാറ്റങ്ങൾ ശരിയായ ഇടപെടലുകളിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. ചോദ്യം 4. കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള സാമൂഹിക ശാസ്ത്രപരമായ സമീപനങ്ങളെക്കുറിച്ച് വിവരിക്കുക. ഡിസ്ക്രൈബ് ദ സോഷ്യോളജിക്കൽ അപ്രോച്ചസ് ടു ക്രൈം. ഉത്തരം: ഈ സമീപനം കുറ്റകൃത്യങ്ങളെ സാമൂഹിക സാഹചര്യങ്ങളുടെ ഉൽപ്പന്നമായി കാണുന്നു. ഇതിനെ 3 തിരിക്കാം. 1. ഘടനാപരമായ വിശദീകരണങ്ങൾ. സമൂഹത്തിലെ ഘടനാപരമായ പിഴവുകൾ കുറ്റകൃത്യങ്ങൾക്ക് കാരണമാകുന്നു. ഉദാഹരണത്തിന്, റോബർട്ട് കെ മെക്ടന്റെ സ്ട്രെയിൻ തിയറി അനുസരിച്ച് സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നിയമപരമായ അവസരങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ചിലർ കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയുന്നു. 2. ഉപസംസ്കാര വിശദീകരണങ്ങൾ. മുഖ്യധാരാ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ മൂല്യങ്ങളുള്ള ഉപസംസ്കാരങ്ങൾ കുറ്റകൃത്യങ്ങൾക്ക് കാരണമാകുന്നു. താഴ്ന്ന വർഗത്തിലെ ചെറുപ്പക്കാർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് മധ്യവർഗ മൂല്യങ്ങളെ എതിർക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അവരുടെ സ്വന്തം ഉപസംസ്കാരത്തിലെ പ്രധാന മൂല്യങ്ങളായ ശക്തി, സാമർഥ്യം, ആവേശം, വിധി, സ്വാതന്ത്ര്യം എന്നിവ പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ്.
3. ബഹുഘടക സമീപനം. കുറ്റകൃത്യത്തിന് ഒരു പ്രത്യേക കാരണം മാത്രമല്ല, മറിച്ച് ഒന്നിലധികം ഘടകങ്ങൾ, സാമൂഹികം, സാമ്പത്തികം, കുടുംബ പശ്ചാത്തലം എന്നിവ ഒരുമിച്ച് ചേരുമ്പോഴാണ് കുറ്റകൃത്യം സംഭവിക്കുന്നതെന്ന് ഈ സമീപനം പറയുന്നു. ചോദ്യം 5. എന്താണ് കുറ്റകൃത്യത്തോടുള്ള വ്യതിചലനപരമായ സമീപനം? വാട്ട് ഈസ് ദ ഡീവിയൻസ് അപ്രോച്ച് ടു ക്രൈം? ഉത്തരം: സാമൂഹിക നിയമങ്ങളെ ലംഘിക്കുന്ന പെരുമാറ്റങ്ങളെയാണ് ഡീവിയൻസ് എന്ന് പറയുന്നത്. എല്ലാ വ്യതിചലനങ്ങളും കുറ്റകൃത്യമല്ല, എന്നാൽ എല്ലാ കുറ്റകൃത്യങ്ങളും നിയമപരമായി വ്യതിചലനങ്ങളാണ്. ഈ സമീപനമനുസരിച്ച് ഒരു പ്രവൃത്തി സ്വയം കുറ്റകരമാകുന്നില്ല, മറിച്ച് സമൂഹം അതിനെ എങ്ങനെ കാണുന്നു, ലേബൽ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അത്. ഹോവാർഡ് ബെക്കറിന്റെ ലേബലിംഗ് തിയറി ഇതിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഒരാളെ കുറ്റവാളി എന്ന് മുദ്രകുത്തുമ്പോൾ അയാൾ ആ വ്യക്തിത്വം സ്വീകരിക്കാനും കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനും സാധ്യതയുണ്ട്. എസ്സേ, ഉപന്യാസം. കുറ്റകൃത്യങ്ങളെ മനസ്സിലാക്കാനുള്ള വിവിധ സമീപനങ്ങൾ. ഡിഫറന്റ് അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിങ് ക്രൈം. ആമുഖം. കുറ്റകൃത്യം ഒരു സങ്കീർണമായ സാമൂഹിക പ്രതിഭാസമാണ്. അതിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഒരൊറ്റ സിദ്ധാന്തത്തിന് കഴിയില്ല. അതിനാൽ ക്രിമിനോളജിസ്റ്റുകൾ നിയമപരം, പെരുമാറ്റപരം, സാമൂഹിക ശാസ്ത്രപരം, വ്യതിചലനപരം എന്നിങ്ങനെ വിവിധ സമീപനങ്ങൾ ഉപയോഗിക്കുന്നു. ഈ സമീപനങ്ങൾ കുറ്റകൃത്യത്തിന്റെ വ്യത്യസ്ത വശങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. നിയമപരമായ സമീപനം, ലീഗൽ അപ്രോച്ച്, ഏറ്റവും അടിസ്ഥാനപരമായ സമീപനമാണിത്. ഇതനുസരിച്ച് ഒരു രാജ്യത്തെ ക്രിമിനൽ നിയമം ലംഘിക്കുന്ന ഏതൊരു പ്രവൃത്തിയും കുറ്റകൃത്യമാണ്. ഒരു പ്രവൃത്തി കുറ്റകൃത്യമാവണമെങ്കിൽ അതിന് ദുരുദ്ദേശവും മെൻസറിയ, കുറ്റകരമായ പ്രവൃത്തിയും ആക്ടസ് റിയസ് ഉണ്ടായിരിക്കണം. ഈ സമീപനം കുറ്റകൃത്യത്തിന് വ്യക്തമായ ഒരു നിർവചനം നൽകുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ആളുകൾ നിയമം ലംഘിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നില്ല. പെരുമാറ്റപരമായ സമീപനം, ബിഹേവിയറൽ അപ്രോച്ച്. ഈ സമീപനം കുറ്റകൃത്യത്തെ പഠിച്ചെടുക്കുന്ന ഒരു പെരുമാറ്റമായി കാണുന്നു. വ്യക്തികൾ അവരുടെ ചുറ്റുപാടുകളിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നും കുറ്റവാസനകൾ പഠിക്കുന്നു. പ്രതിഫലം ലഭിക്കുന്നതിലൂടെയോ മറ്റുള്ളവരെ അനുകരിക്കുന്നതിലൂടെയോ ഈ സ്വഭാവം ശക്തമാകുന്നു. ഈ സമീപനത്തിന്റെ ഏറ്റവും വലിയ ഗുണം പഠിച്ചെടുത്ത സ്വഭാവം മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നതിനാൽ കുറ്റവാളികളുടെ പുനരധിവാസത്തിന് ഇത് ഊന്നൽ നൽകുന്നു എന്നതാണ്. സാമൂഹിക ശാസ്ത്രപരമായ സമീപനം. ഈ സമീപനം കുറ്റകൃത്യങ്ങളെ വ്യക്തിയുടെ പ്രശ്നമായി കാണാതെ സാമൂഹിക ഘടനയുടെയും സാഹചര്യങ്ങളുടെയും ഫലമായി കാണുന്നു. സാമ്പത്തിക അസമത്വം, അവസരങ്ങളുടെ അഭാവം, സാമൂഹിക ശിഥിലീകരണം എന്നിവയെല്ലാം കുറ്റകൃത്യങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് സ്ട്രക്ചറൽ സിദ്ധാന്തങ്ങൾ പറയുന്നു. അതേസമയം ചില ഉപസംസ്കാരങ്ങൾ നിയമലംഘനത്തെ അംഗീകരിക്കുന്നതും കുറ്റകൃത്യങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് സബ് കൾച്ചറൽ സിദ്ധാന്തങ്ങൾ വ്യക്തമാക്കുന്നു. ഉദാഹരണത്തിന് വാൾട്ടർ മില്ലറുടെ ഫോക്കൽ കൺസേൺസ് തിയറി അനുസരിച്ച് താഴ്ന്ന വർഗത്തിലെ ചെറുപ്പക്കാർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് മധ്യവർഗ മൂല്യങ്ങളെ എതിർക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അവരുടെ സ്വന്തം ഉപസംസ്കാരത്തിലെ പ്രധാന മൂല്യങ്ങളായ ശക്തി, സാമർത്ഥ്യം, ആവേശം, വിധി, സ്വാതന്ത്ര്യം എന്നിവ പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ്. വ്യതിചലനപരമായ സമീപനം, ഡീവിയൻസ് അപ്രോച്ച്. കുറ്റകൃത്യം ഒരു സാമൂഹിക നിർമ്മിതിയാണെന്ന് ഈ സമീപനം വാദിക്കുന്നു. ഒരു പ്രവൃത്തിയും സ്വതവേ കുറ്റകരമല്ല, മറിച്ച് സമൂഹം അതിനെ എങ്ങനെ ലേബൽ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അത്. സമൂഹത്തിലെ ശക്തരായ വിഭാഗങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കുകയും മറ്റുള്ളവരെ കുറ്റവാളികളായി മുദ്രകുത്തുകയും ചെയ്യുന്നു. ഇത് കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ വിശാലമാക്കുന്നു. ഉപസംഹാരം. ഓരോ സമീപനവും കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന്റെ ഓരോ ഭാഗം പൂർത്തിയാക്കുന്നു. നിയമപരമായ സമീപനം എന്താണ് കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ പെരുമാറ്റപരവും സാമൂഹിക ശാസ്ത്രപരവുമായ സമീപനങ്ങൾ എന്തുകൊണ്ട് കുറ്റകൃത്യം സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കുന്നു. വ്യതിചലനപരമായ സമീപനം എങ്ങനെ ഒരു പ്രവൃത്തി കുറ്റകൃത്യമാകുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഈ എല്ലാ സമീപനങ്ങളെയും ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ മാത്രമേ കുറ്റകൃത്യത്തെക്കുറിച്ച് ഒരു സമഗ്രമായ ചിത്രം ലഭിക്കുകയുള്ളൂ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങളാണ്.
പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യണമെന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തണമെന്നും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.